സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തലിന്റെ ഒന്നാം ഘട്ടം മാർച്ച് 1-ാം തീയതി പാതിരാത്രിയോടെ അവസാനിച്ചു. സീസ്ഫയർ 6 ആഴ്ച കൂടി നീട്ടിവെക്കണം. സീസ്ഫയറിന്റെ ഒന്നാം ഘട്ടം 6 ആഴ്ച കൂടി നീട്ടിവെക്കണം എന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടത്. മീഡിയേറ്റർ ആയിട്ടുള്ള അമേരിക്കയും ഈജിപ്തും ഖത്തറും ഇത് ഹമാസിനെ അറിയിച്ചുവെങ്കിലും ഹമാസ് അതിന് തയ്യാറായില്ല. അപ്പം ഒന്നാം ഘട്ടം നീട്ടിവെക്കുന്ന ഒരു കാലഘട്ടം 6 ആഴ്ചയാണ് നീട്ടിവെക്കാൻ വേണ്ടി പറഞ്ഞത്. ആ 6 ആഴ്ച നീട്ടിവെക്കുന്നതിനിടയിലൂടെ ഇനി ലിബറേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ വിട്ടയക്കാനുള്ള 59 ബന്ദികളിൽ പകുതി ആളുകളെ കൂടി വിട്ടയക്കണമെന്നും അങ്ങനെ ആ 6 ആഴ്ചത്തെ സീസ്ഫയർ എക്സ്റ്റൻഷൻ അവസാനിച്ച ശേഷം ബാക്കി എന്താണ് എന്ന് നമുക്ക് തീരുമാനിക്കാം എന്നുമാണ് ഇസ്രായേൽ പറഞ്ഞത്. നേരെ ഹമാസ് പറയുന്നത് രണ്ടാം ഘട്ട സീസ്ഫയർ എന്ന് ആരംഭിക്കും എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണയില്ലാതെ ഒന്നാം ഘട്ട സീസ്ഫയർ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പ്രശ്നമില്ല. ഒന്നാം ഘട്ട സീസ്ഫയർ എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ബന്ദികളെ വിട്ടയക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച്. അപ്പം അവർ പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. അങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ രണ്ടാം ഘട്ടം സീസ്ഫയർ എപ്പം ആരംഭിക്കും എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ അവർക്ക് ലഭിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അപ്പം അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാവുകയും ഇസ്രായേൽ തന്നെ മാർച്ച് 1-ാം തീയതി അർദ്ധരാത്രിയിൽ സീസ്ഫയർ അവസാനിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് കഴിഞ്ഞ ദിവസം ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് കിടക്കുന്ന ഫിലാഡൽഫി കോറിഡോർ എന്ന് പറയുന്ന ആ കോറിഡോർ ഇസ്രായേൽ ക്ലോസ് ചെയ്തു. അപ്പൊ അതിലെയാണ് ഈ ഗാസയിലേക്ക് ഈജിപ്തിൽ നിന്ന് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം കടന്നു വരുന്നത് അവിടെ നിന്നാണ് മുഴുവൻ. ഗാസയിൽ ആസച്ച് ഒന്നുമില്ല. അപ്പോൾ അവിടേക്ക് ആവശ്യമുള്ള ഫ്യൂവൽസ് ആയിക്കൊള്ളട്ടെ, ഭക്ഷണ സാധനങ്ങളായിക്കൊള്ളട്ടെ, മെഡിസിൻസ് ആയിക്കൊള്ളട്ടെ, അവിടെ ആവശ്യമുള്ള ടെന്റ് മെറ്റീരിയൽസ് ആയിക്കൊള്ളട്ടെ, വട്ടെവർ ഇറ്റ് ഈസ്, അവിടെ ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും കടന്നു വരുന്നത് ഈ വഴിയിലൂടെയാണ്. അപ്പോൾ ആ വഴി ഇസ്രായേൽ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തു. ഇനി ഇതിലെ പോകണ്ട. ഒന്നാം ഘട്ടം വെടിനിർത്തൽ കഴിഞ്ഞു. ആ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റ് ആയിരുന്നു ഇതിലെ സാധനങ്ങൾ കടത്തിക്കൊണ്ട് പോകാമെന്നുള്ളത്. വെടിനിർത്തൽ കഴിഞ്ഞതുകൊണ്ട് സീസ്ഫയർ കഴിഞ്ഞതുകൊണ്ട് ഇനി സാധനങ്ങൾ കടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അത് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഖത്തറും ഈജിപ്തും അതിനെ അപലപിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ കുറച്ച് യൂറോപ്യൻ രാജ്യങ്ങളും അതിനെ അപലപിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഇസ്രായേലിന് പറയാൻ മറുപടിയുണ്ട്. അത്തരം കാര്യങ്ങൾ വരട്ടെ, നമുക്കത് പറയാം. ഇവർ 6 വീക്സ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞത് ഇവർ പറയുന്ന അതിനിടയിൽ കൂടി മുസ്ലിങ്ങളുടെ റംസാൻ നോയമ്പ് നടക്കുന്നുണ്ട്. ഇസ്രായേൽക്കാർക്ക് വളരെ പ്രധാനപ്പെട്ട പാസ് ഓവർ വരുന്നുണ്ട്. ഏപ്രിൽ 20-നാണ് അവരുടെ പാസ് ഓവർ. നമ്മൾ ക്രിസ്ത്യാനികൾ പ്രസഹ ആചരണത്തിന്റെ ഭാഗമായി പറയുന്ന കടന്നുപോക്ക്, ഈജിപ്തിലെ ദൈവദൂതൻ കടന്നുപോയതും ആദിജാതന്മാരെ വധിച്ചതുമായ കാര്യങ്ങൾ ഓർക്കുന്ന പാസ് ഓവർ എന്ന് പറയുന്ന അവരുടെ ഒരു വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണത്. അത് ഏപ്രിൽ 20-നാണ് വരുന്നത്. അപ്പോൾ ആ പാസ് ഓവർ വരെ ഉള്ള നാള് ഈ സീസ്ഫയർ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുള്ളതായിരുന്നു ഇസ്രായേൽ ആവശ്യപ്പെട്ട കാര്യം. അത് അംഗീകരിക്കാൻ ഹമാസ് തൽക്കാലം കൂട്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇസ്രായേൽ അതിന്റെ ഭാഗമായിട്ട് വലിയൊരു എംബാർഗോ ആണ് ഈ ഗാസ റീജിയനിലേക്ക് ഉദ്ദേശിക്കുന്നത്. ഒരു കംപ്ലീറ്റ് ബ്ലോക്കേഡാണ്. അപ്പൊ അവര് പറയുന്നത് വി വിൽ മേക്ക് ഇറ്റ് എ ഹെൽ എന്നാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിനൊരു നരകമാക്കി മാറ്റും. അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം അവർ സൃഷ്ടിക്കും എന്നാണ് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇലക്ട്രിസിറ്റി കട്ട് ഓഫ് ചെയ്യാനും അവിടേക്കുള്ള വാട്ടർ സപ്ലൈ കട്ട് ഓഫ് ചെയ്യാനും ഒക്കെ അവർ ആലോചിക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ മനുഷ്യജീവിതം അസാധ്യമാവുന്നു. മാത്രമല്ല യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. വീണ്ടും യുദ്ധം പുനരാരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതായി പറയപ്പെടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വടക്കൻ ഗാസയിലേക്ക് പോയിട്ടുള്ള ആളുകളോട് തിരിച്ച് തെക്കൻ ഗാസയിലേക്ക്, പഴയ റീജിയനിലേക്ക് തന്നെ ഉടനെ മടങ്ങിപ്പോകണം എന്നാവശ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. ഇസ്രായേൽ മിലിറ്ററിയോട് അങ്ങോട്ട് നീങ്ങാനായി പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതായിട്ടാണ് പറയുന്നത്. ഇസ്രായേൽ മിലിറ്ററി ഇപ്പോൾ നയിക്കുന്നത് മേജർ ജനറൽ ഇയാൽ സമീറാണ്. പുതിയ ചീഫാണ് ഇസ്രായേൽ മിലിറ്ററിക്കുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേൽ മിലിറ്ററിയുടെ ഹമാസ് ഓപ്പറേഷൻസ് ലീഡ് ചെയ്ത ഹെർസി ഹലേവി അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹം രാജിവെക്കാനുണ്ടായ കാരണം ഒക്ടോബർ 7, 2023 ഹമാസ് ഭീകരർ ഇസ്രായേലിൽ കടന്നു കയറി ആക്രമണം നടത്തിയപ്പോൾ അത് തടയാൻ കഴിയാത്തത് IDF-ന്റെ സമ്പൂർണ്ണ പരാജയമാണെന്നും ആ പരാജയത്തിന് ഉത്തരവാദി താനാണെന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മിലിറ്ററി ടെന്യൂർ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഹമാസിനെതിരെയുള്ള ബിഗ് മിലിറ്ററി ഓപ്പറേഷൻ യുദ്ധം അവസാനിച്ചതോടെ അദ്ദേഹം രാജിവെക്കുകയാണുണ്ടായത്. അദ്ദേഹം രാജിവെച്ച് കഴിഞ്ഞപ്പം ചാർജ് എടുത്ത പുതിയ ആളാണ് മേജർ ജനറൽ ഇയാൽ സമീർ എന്ന് പറയുന്ന ആള്. ഇദ്ദേഹം ഹെർസി ഹലേവി കഴിഞ്ഞ് കുറച്ചും കൂടി ടഫായിട്ടുള്ള ആളാണ്. അപ്പൊ ഇവിടെ ഈ പറയുന്ന ഗാസ റീജിയണിൽ അതിശക്തമായ യുദ്ധം നടത്തണം, ഒരു മയവും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഓവർവെൽമിംഗ് ഫോഴ്സ് ഉപയോഗിച്ച് യുദ്ധം ചെയ്യണമെന്ന അഭിപ്രായക്കാരാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വ ഫോഴ്സ് ഗാസ റീജിയണിലേക്ക് നീങ്ങാൻ
ഉദ്ദേശിക്കുന്നു എന്ന് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനിടയിലൂടെ കഴിഞ്ഞ ആഴ്ച IDF-ന്റെ എൻക്വയറി 2023 ഒക്ടോബർ 7-ന് ഈ ഹമാസ് ഭീകരർ ഇവിടേക്ക് കടന്നു കയറേണ്ട സാഹചര്യത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് എൻക്വയറി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഒരാഴ്ചയിലധികമായി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ അതിനെക്കുറിച്ചൊരു ധാരണയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിനകത്തത് IDF-ന്റെ സമ്പൂർണ്ണ പരാജയം എന്നാണ് IDF തന്നെ സമ്മതിക്കുന്നത്. ഹമാസിന് എന്തെങ്കിലും തരത്തിലുള്ള മിലിറ്ററി ഓപ്പറേഷൻ നടത്തുവാനുള്ള ശക്തി ഉണ്ടെന്ന് അവർ ഒരു തരത്തിലും ധരിച്ചിരുന്നില്ല. അവരുടെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഹമാസിന് ഇത്തരമൊരു ശേഷിയുള്ളതായി അവർ ധരിച്ചിരുന്നില്ല എന്ന് അവർ തന്നെ സമ്മതിക്കുന്നു. ഹമാസിന് ഗാസ റീജിയനിലെ ഭരണത്തിൽ മാത്രമാണ് താല്പര്യമെന്നും അങ്ങനെ അവിടുത്തെ ജനത്തെ കാൽച്ചുവട്ടിൽ നിർത്തിക്കൊണ്ട് ഈ ഭീകരന്മാർ തിന്നുകൊഴുത്ത് ജീവിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം സംഘടിപ്പിക്കാനുള്ള ശേഷിയോ അല്ലെങ്കിൽ അതിനുള്ള താല്പര്യമോ അവർക്കുള്ളതായി ഒരു തരത്തിലും ഇസ്രായേൽ മനസ്സിലാക്കിയിരുന്നില്ല, IDF മനസ്സിലാക്കിയിരുന്നില്ല എന്ന് IDF തുറന്നു സമ്മതിക്കുന്നു. അവരുടെ ശത്രുവായി കരുതിയിരുന്നത് ഹെസ്ബുള്ളയാണ്, ഇറാൻ ബാക്ക്ഡായിട്ട് ഹെസ്ബുള്ളയാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ആക്രമണം പ്രതീക്ഷിച്ച ആകാശത്തോടെയാണ്. അതുകൊണ്ട് ഇസ്രായേലിന്റെ ആകാശം പരിപൂർണമായും പ്രൊട്ടക്ട് ചെയ്ത് റെഡിയാക്കി നിർത്തിയപ്പം ഇതുപോലെ ഒരു ഗ്രൗണ്ട് ഓപ്പറേഷൻ, കരയിലൂടെ കടന്നു വരുന്ന ഒരു ഓപ്പറേഷൻ അവർ യാതൊരു തരത്തിലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുന്നു. കൂടാതെ സിൻവാർ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ജയിലിൽ തന്നെ കിടന്ന് തിന്നുകൊഴുത്ത മനുഷ്യൻ, അദ്ദേഹം 2016 മുതൽ ഫ്രീ ആക്കപ്പെട്ട കാലം മുതൽ ഈ ഒരു ഓപ്പറേഷന് വേണ്ടി ഒരുപാട് രാജ്യങ്ങൾ ഇൻക്ലൂഡിങ് അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഈ രാജ്യങ്ങളിലൊക്കെ പോയി ഈ ഒരു കാര്യത്തിന് വേണ്ടി ഗ്രൗണ്ട് വർക്ക് ചെയ്യുകയും അത് അവരുടെ റീജിയനിലേക്കുള്ള ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് സംഘടിപ്പിക്കാനുള്ള യാത്ര എന്ന ഡിസ്കൈസിൽ ചെയ്യുകയും അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഒരു തരത്തിലും തിരിച്ചറിയാൻ സാധിക്കാതെ പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഈ അറ്റാക്ക് 3 വേവ് ആയിട്ടാണ് അവർ ചെയ്തത്. ആദ്യം 1000 പേരടങ്ങുന്ന ഒരു സംഘം, ഇസ്രായേലും ഈ ഗാസ റീജിയനിൽ ഫെൻസ് ഉണ്ട്, വലിയ വേലിയുണ്ട്, അത് പലതരത്തിലെ വാഹനങ്ങൾ ഇടിച്ചു കയറ്റിയും കൂടാതെ ഷോർട്ട് റേഞ്ച് റോക്കറ്റുകൾ ഉപയോഗിച്ചും ഒക്കെ ആ വേലി തകർക്കുകയാണ് ഇവർ ആദ്യം ചെയ്തത്. അതുകൂടാണ്ട് ഡ്രോൺസ് ഉപയോഗിച്ച് പറന്ന് ഇതിനുള്ളിലേക്ക് ചാടുക, ഫ്ലൈയിങ് ഇങ്ങനെ പറക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് ഒരാൾക്ക് പറന്നു വരാൻ ഗ്ലൈഡേഴ്സ് ഉപയോഗിച്ച് വേലിക്ക് മുകളിൽ കൂടെ ചാടുക. അതുപോലെ ഈ പറയുന്ന വേലി തകർത്തുകൾ, അങ്ങനെ വേലി തകർത്ത് ഓപ്പൺ ചെയ്യുന്ന ഒരു ജോലിയാണ് ആദ്യത്തെ വേവില് 1000 പേര് ചെയ്തത്. അപ്പൊ ഇവിടെ ഈ ഒരു അതിർത്തിയുടെ കാവലുണ്ടായിരുന്ന വളരെ ചുരുക്കം പട്ടാളക്കാരെ വളരെ എളുപ്പത്തിൽ അവർക്ക് ഓവർപവർ ചെയ്യാൻ സാധിച്ചു, അവരെ കൊന്നുകളയാൻ സാധിച്ചു. അതുപോലെ പട്രോളിംഗ് സ്റ്റേഷൻസ് എല്ലാം അവർക്ക് തകർത്ത് കളയാൻ സാധിച്ചു. കാരണം മിനിമം നമ്പർ ഓഫ് പട്രോളിംഗ് സ്റ്റേഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. ആ റീജിയനിൽ നിന്ന് ഒരു തരത്തിലുള്ള ഒരു അറ്റാക്കും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ഒരു അതിർത്തി കാക്കുന്നത് പോലെ ഈ റീജിയനെ അവർ കാത്തിരുന്നില്ല, ഒരു രാജ്യാന്തര അതിർത്തി കാക്കുന്ന രീതിയിൽ കാത്തിരുന്നില്ല. കാരണം ഗാസ എന്നുള്ളത് അവരുടെ തന്നെ രാജ്യത്തിനുള്ളിലുള്ള ഒരു പ്രദേശമായിട്ടാണ് അവർ പരിഗണിച്ചിരുന്നത്. അവിടെ നിന്ന് ദിവസവും ജോലിക്കാര്, ഈ പാലസ്തീനികളൊക്കെ ഇസ്രായേലിലേക്ക് ജോലിക്ക് വരുന്നതാണ്. ഈ അതിർത്തി കടന്നു തന്നെയാണ് അവർ എല്ലാ ദിവസവും ജോലിക്ക് വരുന്നത്, വൈകുന്നേരം തിരിച്ചു പോകുന്നതും. അപ്പോൾ ഒരു രാജ്യാന്തര അതിർത്തി സൂക്ഷിക്കുന്നത് പോലെ ഒരു ഹെവിലി പട്രോൾഡ് ആയിട്ടുള്ള ഒരു രാജ്യാന്തര അതിർത്തിയായിട്ട് അവരതിനെ സൂക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് അവിടെ മിനിമം മിലിറ്ററി പ്രസൻസേ ഉണ്ടായിരുന്നുള്ളൂ. ആ മിലിറ്ററി പ്രസൻസിനെ വളരെ എളുപ്പത്തിൽ ഇവർക്ക് ഓവർപവർ ചെയ്യാൻ സാധിച്ചു. തൊട്ടുപുറകിൽ 2000 പേരടങ്ങുന്ന വേറൊരു സംഘം അകത്തേക്ക് വരികയും അവരെ ഉള്ളിലേക്ക് കടന്ന് ആക്രമണ പ്രവർത്തനം നടത്തുകയും ആളുകളെ ബന്ദികളാക്കുകയും കണ്ടവരെയൊക്കെ കൊല്ലുകയും മിലിറ്ററിയുമായിട്ട് എൻഗേജ് ചെയ്ത് കൂടുതൽ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചു. മൂന്നാമത്തെ വേവില് ഏകദേശം 3500 ആളുകൾ ആണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് കുറെ സിവിലിയൻസ് ഉണ്ടായിരുന്നു. പട്ടാളക്കാർ മാത്രമല്ല, ആക്രമണങ്ങൾ കാണിക്കാനും സ്ത്രീകളെ ഉപദ്രവിക്കാനും ഒക്കെ ആയിട്ട് കടന്നു വന്ന കുറെ ചവാലി പിള്ളേരടക്കമുള്ള ഒരു സംഘമാണ് അവസാനം വന്നത്. അപ്പൊ ഏകദേശം 5000 മുതൽ 6000 വരെ പേരടങ്ങുന്ന ഒരു സംഘമാണ് ഈ ആക്രമണം സംഘടിപ്പിച്ചത്. ഇസ്രായേൽ അത് ഒരു തരത്തിലും മുൻകൂട്ടി കാണാൻ സാധിച്ചില്ല. ഏകദേശം 8 മണിക്കൂർ എടുത്തു ഇവരെ ഒന്ന് ബലാബലം തടഞ്ഞു നിർത്തുവാൻ വേണ്ടി. അതുവരെ അവർ ഉള്ളിലേക്ക് കടന്ന് ആക്രമണം നടത്തുകയായിരുന്നു. 8 hours കൊണ്ടാണ് ഇവർക്ക് ഇത് ഓർഗനൈസ് ചെയ്ത് ഇവരെ ബാലൻസ് ചെയ്ത് പതുക്കെ തള്ളി പുറത്തേക്ക് ആക്കാൻ പറ്റിയത്. അങ്ങനെ തള്ളി പുറത്തേക്ക് ആക്കിയിട്ട് പിന്നെ നമുക്കറിയാം ബാക്കിയുള്ള കാര്യം. ഏകദേശം ഒരു 1.5 ദിവസം കൊണ്ട് യുദ്ധം സ്റ്റാർട്ട് ചെയ്യുകയും പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇതാണ് എൻക്വയറി റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. എന്തായാലും IDF അവരുടെ സമ്പൂർണ്ണ പരാജയം അവിടെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹെർസി ഹലേവി ഈ എൻക്വയറി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചിട്ടുണ്ട്. അതിനിടയിലൂടെ അറബ് ലീഗ് ഇന്ന് ഈജിപ്തിലെ മീറ്റിംഗ് കൂടിയാണ്. അറബ് ലീഗ് എന്ന് പറയുന്നതിൽ 22 മെമ്പേഴ്സാണുള്ളത്. നമുക്കറിയാവുന്നതുപോലെ സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഖത്തറും ബഹ്റൈനും ഈജിപ്തും ജോർദാനും ലെബനോണും അത്രയും രാജ്യങ്ങളാണ് അവിടുന്ന് വരുന്നത്, ഈ അറബ് പെനിൻസുലയിൽ നിന്ന് വരുന്നത്. ഇറാൻ അതിൽ മെമ്പർ അല്ല എന്നറിയണം. ഇറാൻ അറബ് രാജ്യമല്ല. പിന്നീടുള്ള രാജ്യങ്ങളൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. അങ്ങനെ മൊത്തം 22 മെമ്പേഴ്സാണ് അറബ് രാജ്യങ്ങളുള്ളത്. അവരുടെ മീറ്റിംഗ് നടക്കുകയാണ്. അപ്പൊ ഈജിപ്തിന് ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ,
ട്രംപ് എന്ന് പറഞ്ഞത് ഈ ഗാസ റീജിയനിൽ നിന്ന് എല്ലാത്തിനും അടിച്ച് പുറത്താക്കിയിട്ട് ഞാൻ അവിടെ ഒരു പാർക്ക് പണിയാം എന്ന നിലയിലാണ് ട്രംപ് പറഞ്ഞത്. അപ്പോൾ ട്രംപ് അതിനിടയിലൂടെ സൂചിപ്പിച്ചിരുന്നു, ഇഫ് യു ഹാവ് ബെറ്റർ പ്ലാൻസ് കൊണ്ടുപോവാ, നിങ്ങൾക്ക് ഇതിനെ കഴിഞ്ഞ് മെച്ചപ്പെട്ട പ്ലാൻ പറയാറുണ്ട്, കൊണ്ടുപോവാ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു, ഈ അറബ് രാജ്യങ്ങൾ ഈ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യാത്തതിലുള്ള ഒരു ദേഷ്യം കൊണ്ടാണ് ട്രംപ് അങ്ങനെ പറയുന്നത്. ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ ഉണ്ടെങ്കിൽ അവർ തന്നെ നടത്തണം, ഇതെല്ലാ ചെലവും അമേരിക്ക വഹിക്കട്ടെ, പിന്നെ എല്ലാം അവരെ കൊണ്ട് ചെയ്തോട്ടെ, ഞങ്ങൾ മാറി നിന്ന് കളി കണ്ടോളാം എന്നൊരു ഭാവമാണ് അറബ് രാജ്യങ്ങൾക്ക്. ഇത് അറബ് രാജ്യങ്ങളുടെ തലയ്ക്ക് വെച്ചു കൊടുക്കാനാണ് ട്രംപ് അങ്ങനെ ഒരു സംഗതി പറഞ്ഞത്. അപ്പൊ അറബ് രാജ്യങ്ങൾ ഇപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ ഈജിപ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് BBC ചോർത്തിയെടുത്തു എന്നവർ പറയുന്നത് അതിനകത്തുള്ളത് ഹമാസിനെ ഒഴിവാക്കിയിട്ട് ഉള്ള ഒരു ഭരണ സംവിധാനത്തെക്കുറിച്ച് ആണ് ഈജിപ്ത് പറയുന്നത്. ഹമാസ് ഒഴിവാക്കിയിട്ടുള്ള ഒരു ഭരണ സംവിധാനം. അപ്പൊ അത് അറബ് രാജ്യങ്ങളും വെസ്റ്റേൺ രാജ്യങ്ങളും ചേർന്നുള്ള ഒരു ജോയിന്റ് ഫോഴ്സ് അവിടെ പിന്നെ സമാധാന സേനയായിട്ട് നിൽക്കുകയും ഹമാസിനെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുള്ള ഒരു ഭരണ സംവിധാനം അവിടെ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒന്നാമത്തെ പ്രപ്പോസൽ. പക്ഷെ അത് എങ്ങനെ നടപ്പാക്കും എന്നതിനെ കുറിച്ച് അവർക്ക് ധാരണയുള്ളതായിട്ട് തോന്നുന്നില്ല എന്ന് BBC കറസ്പോണ്ടന്റ് പറയുന്നു. കാരണം ഇവരുടെ പ്ലാൻ എന്താണെന്നുള്ളത് ഇതുവരെ പബ്ലിക്കായിട്ട് വന്നിട്ടില്ല. അപ്പൊ അതിനകത്ത് രണ്ട് കാര്യങ്ങളുള്ളത്, ഹമാസിനെ ഒഴിവാക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവര് ഈ ന്യൂസ് ചോർത്തിയെടുത്തവർ പറയുന്ന അവർക്ക് തന്നെ തോന്നിയ സംശയം, എങ്ങനെ ഹമാസിനെ ഒഴിവാക്കും എന്നതിനെ സംബന്ധിച്ച് അവർക്ക് ധാരണയില്ല. രണ്ട്, ഇവിടെ വലിയ റീകൺസ്ട്രക്ഷൻ നടത്തേണ്ടതുണ്ട്. ഈ റീകൺസ്ട്രക്ഷൻ ആര് നടത്തും എന്നതിനെ സംബന്ധിച്ചും ഇവർക്ക് ധാരണയില്ല എന്നുള്ളത് ഈ പറയുന്ന ന്യൂസ് ചോർത്തി എന്ന് പറയുന്ന BBC പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇവരുടെ അറബ് ലീഗിന്റെ സംഗതി എന്താണെന്ന് നോക്കാം. മാത്രമല്ല അറബ് ലീഗിന് 22 രാജ്യങ്ങളുണ്ട്. ഇപ്പൊ ഈജിപ്ത് പറയുന്ന ഈ ഒരു പ്രപ്പോസൽ 22 രാജ്യങ്ങൾക്കും സ്വീകാര്യമാണോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പൊ അതിനിടയിലൂടെ മിനിഞ്ഞാന്ന് പിന്നെ ഈജിപ്തും സൗദി അറേബ്യയും ഇസ്രായേല് ഈ ഫിലാഡൽഫി കോറിഡോർ ക്ലോസ് ചെയ്തതിനെ സംബന്ധിച്ച് അപലപിച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഹ്യൂമാനിറ്റേറിയൻ മനുഷ്യവിരുദ്ധമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഗാസയിലെ ആളുകളെ പട്ടിണിക്കിടാൻ വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന് മറുപടിയായിട്ട് ഇസ്രായേൽ ഫോറിൻ മിനിസ്റ്റർ ഗദയോൻ സാർ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ ബന്ദികളെ മോചിപ്പിക്കുന്ന സമയത്തുള്ള ഷോ, നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ, ആ ഷോയ്ക്ക് സ്റ്റേജിൽ ഹമാസിന്റെ തടിയന്മാരെ നിൽക്കുന്നുണ്ടായിരുന്നു. കൂടാതെ താഴെ നിന്ന് ഒച്ചയിട്ട് ആർത്ത് വിളിച്ച് ജനത്തിൽ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും പട്ടിണി കിടന്നതിന്റെ വല്ല ലക്ഷണവും നിങ്ങൾ കണ്ടോ? എല്ലാവരും തടിച്ചു കൊഴുത്തും എഴുത്താനിരിക്കുന്നത്. വിച്ച് മീൻസ് ഗാസയിൽ ഇഷ്ടംപോലെ ഭക്ഷണ സാധനങ്ങളുണ്ട്. ഇനി അവിടെ ആകെ മെലിഞ്ഞവരായിട്ടുണ്ടായിരുന്നത് പിന്നെ ഇസ്രായേലിൽ നിന്ന് ഇവർ പിടിച്ചുകൊണ്ടുപോയ ബന്ദികൾ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാർവേഷൻ അഥവാ പട്ടിണി എന്ന് പറയുന്നത് അവിടെ ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ബന്ദികൾക്ക് മാത്രമുള്ളതാണ് പട്ടിണി. ബാക്കി അവിടെ എല്ലാവരും സമൃദ്ധമായി തിന്ന് തന്നെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ ഫിലാഡൽഫി കോറിഡോർ അടച്ചിട്ടത് കൊണ്ടൊന്നും ഇവർ പട്ടിണി കിടക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ ഇത്രയും കാലം ഈ ഫസ്റ്റ് ഫേസ് ട്രൂസിന്റെ ഭാഗമായിട്ട് ഇത്രയും കാലം തുറന്നിട്ടപ്പോൾ ആവശ്യത്തിലധികം ഭക്ഷണ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഗദയോൻ പറയുന്നത്. ഫോറിൻ മിനിസ്റ്റർ ഗദയോന്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണുള്ളത്. അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച് വേറൊരു പുതിയ ഡിമാൻഡ് അവർ വെക്കുന്നുണ്ട്. അതായത് ഇനി സെക്കൻഡ് ഫേസിലേക്ക് നമ്മൾ കടക്കണമെന്നുണ്ടെങ്കിൽ, സെക്കൻഡ് ഫേസ് ടോക്കിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ഹമാസ് ഭീകരരെ പൂർണ്ണമായും ഈ ഗാസ സ്ട്രിപ്പിൽ നിന്ന് ഒഴിവാക്കണം. ഗാസ സ്ട്രിപ്പ് പൂർണ്ണമായിട്ട് നിരായുധമാക്കിയതിനു ശേഷം മാത്രം ഫേസ് 2 കുറിച്ച് ചിന്തിച്ചാൽ മതി എന്നാണ് ഇന്നലെ ഇസ്രായേൽ പുതിയ ഡിമാൻഡ് വെച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഹമാസിനെ അവസാനിപ്പിച്ചിട്ട് ഫേസ് 2 കടക്കുന്നതിനെ കുറിച്ച് തീരുമാനിക്കാൻ പറ്റും. കാരണം ഫേസ് 2 ഇസ്രായേൽ ചെയ്യേണ്ടത് കംപ്ലീറ്റ് വിഡ്രോവൽ ഓഫ് മിലിറ്ററിയാണ്. അവിടുന്ന് പരിപൂർണമായിട്ടും പട്ടാളക്കാർ പിൻവാങ്ങണം എന്നുള്ളതാണ് ഫേസ് 2 ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇസ്രായേൽ മിലിറ്ററി പിൻവാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് മുൻപ് ഹമാസ് അവിടുന്ന് പിൻവാങ്ങിയിരിക്കണം എന്നുള്ളതാണ് ഇസ്രായേൽ വയ്ക്കുന്ന പുതിയ ഡിമാൻഡ്. അപ്പൊ ഇത് വളരെ ന്യായമായ ഡിമാൻഡാണെന്ന് കേൾക്കുന്ന ആർക്ക് മനസ്സിലാവും. അത് ഹമാസ് അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനിടയിലൂടെ റോയിറ്റേഴ്സിന്റെ പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത്, റഷ്യയിൽ നിന്നുള്ള മിസൈൽ എക്സ്പേർട്സിന്റെ ടീം ഏപ്രിൽ മാസത്തിനും സെപ്റ്റംബർ മാസത്തിനും ഇടയിൽ, കഴിഞ്ഞ വർഷം 24 ഏപ്രിൽ സെപ്റ്റംബറിനും ഇടയിൽ ധാരാളം തവണ ടെഹ്റാൻ സന്ദർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മിസൈൽ എക്സ്പേർട്സ് ആണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മിസൈൽസ് ഓപ്പറേറ്റ് ചെയ്യുകയും കൺസ്ട്രക്ട് ചെയ്യുകയും ചെയ്ത എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ റഷ്യയിൽ നിന്ന് ഇറാനിൽ വന്നിട്ടുണ്ട് എന്ന് റോയിറ്റേഴ്സ് അവരുടെ അന്വേഷണം വഴി അവർ കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറയുന്നില്ല, എങ്കിൽ പോലും ധാരാളം ആളുകൾ ഇവിടെ ഇതിന്റെ പേരിൽ എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇറാനിലെ ലക്ഷ്യങ്ങളെ കുറിച്ച് ഒരു ധാരണ വരും. ഇനി ഇസ്രായേൽ ഇന്നലെ പ്രധാനമായിട്ടും വാൺ ചെയ്തൊരു കാര്യം, നമ്മളുടെ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൽ ഹമാസ് ഭീകരർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ ഒരു കാശ്മീർ സോളിഡാരിറ്റി ഡേ എന്ന് പറയുന്ന ഒരു ദിവസം അവർ ആചരിച്ചിരുന്നു. ആ ദിവസം അത് ഓർഗനൈസ് ചെയ്തത് ലഷ്കർ-ഇ-തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന 2 പൈശാചിക ഓർഗനൈസേഷൻ, ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ആണ്. അപ്പൊ ഈ 2 ഓർഗനൈസേഷൻസും UN തന്നെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ്.
ലഷ്കർ ഇ തൈബ ആൻഡ് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഈ രണ്ട് ഓർഗനൈസേഷൻ. അതിൻ്റെ കൂടെ ഹമാസിന്റെ ഔദ്യോഗികമായ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയോട് വളരെ അത്യാവശ്യമായിട്ട് ഹമാസിനെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഈ ഹമാസ് പതുക്കെ അവരുടെ ആ ഒരു ക്ലൗട്ട്, കാരണം അവര് ലോകത്തിലെ മുസ്ലിം തീവ്രവാദികളുടെ ഇടയിൽ, നമ്മുടെ നാട്ടിലടക്കം നമുക്കറിയാം തീവ്രവാദ മുസ്ലിങ്ങളുടെ ഇടയിൽ അവർക്ക് വലിയ പേരാണ്. നമ്മുടെ നാട്ടിലും ആനപ്പുറത്തൊക്കെ അവരുടെ പേരൊക്കെ എഴുന്നള്ളിച്ചടക്കം നമുക്കറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ന് ലോകത്തിൽ ഏതൊരു ടെററിസ്റ്റ് ഓർഗനൈസേഷനെ കഴിഞ്ഞും കൂടുതൽ എളുപ്പത്തിൽ മറ്റു രാജ്യങ്ങളിലേക്ക് വേര് വായിക്കാൻ സാധ്യതയുള്ള ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ് ഹമാസ് എന്ന് പറയുന്നത്. നാളെ കേരളത്തിന് ഹമാസ് ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ഈ ഹമാസ് അത്തരത്തിൽ ഒരു ഇന്റർനാഷണൽ ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് വളരാൻ സാധ്യതയുണ്ടെന്നും കാശ്മീരിൽ അവരുടെ പ്രസൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും ഇസ്രായേൽ വാൺ ചെയ്യുന്നുണ്ട്. അപ്പം അത് ഒരു ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു 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 ഇൻഫർമേഷനാണ് എന്ന് മനസ്സിലാക്കുക. അതിനിടയിൽ ഇറാനും ടർക്കിയും തമ്മിൽ തർക്കങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. സിറിയയിലുള്ള ഇറാൻ പുതിയ ടെററിസ്റ്റ് ഓപ്പറേഷൻസിന് പ്ലാൻ ചെയ്യുന്നു എന്നാണ് ടർക്കി പറയുന്നത്. അങ്ങനെ സിറിയയിൽ പുതിയ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിന് ഇറാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇറാനിലും ഇത്തരം പണികൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് ടർക്കി പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ടർക്കിയിൽ നിന്ന് അംബാസഡറെ ഇറാൻ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. കൂടാതെ ഇറാനിലെ വൈസ് പ്രസിഡന്റ് രാജിവെച്ചിട്ടുണ്ട്. ഫിനാൻസ് മിനിസ്റ്റർ കഴിഞ്ഞ ആഴ്ച രാജിവെച്ചിരുന്നു. വലിയ സാമ്പത്തിക തകർച്ചയിലൂടെ ഇറാൻ കടന്നു പോവുകയാണ്. ട്രംപിന്റെ മാക്സിമം പ്രഷർ പോളിസി എന്ന് പറയുന്ന അഡീഷണൽ സാമ്പത്തിക ഉപരോധങ്ങൾ കൂടി വന്നതോടെ ഇറാൻ ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാമ്പത്തിക അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. അതിനിടയിലൂടെ ട്രംപിന്റെ സെലൻസ്കിയുമായിട്ടുള്ള സംവാദത്തിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്ന നിലയിൽ US ഉക്രൈനുള്ള എല്ലാ തരത്തിലുള്ള മിലിറ്ററി സഹായവും നിർത്തിവെച്ചു. അപ്പൊ അതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. കാരണം US സഹായമില്ലാതെ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുക യുക്രൈന് ബുദ്ധിമുട്ടാണ്. ഇത് ആദ്യമായിട്ടല്ല ഈ കാര്യം സംഭവിക്കുന്നത്. 2023 സമ്മറിലും ഇതേ കാര്യം സംഭവിച്ചിരുന്നു. US കോൺഗ്രസിൽ റിപ്പബ്ലിക്കൻസിന് ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷം ഉപയോഗിച്ച് അവർ കോൺഗ്രസിൽ യുക്രൈനുള്ള സഹായം തടഞ്ഞു വെക്കണം എന്ന് പ്രമേയം പാസാക്കി. അങ്ങനെ യുക്രൈനുള്ള സഹായം തടഞ്ഞു വെച്ചിരുന്നു അമേരിക്ക. പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ വല്ലാതെ പ്രഷറൈസ് ചെയ്ത് പ്രസിഡന്റിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് 2024 സ്പ്രിംഗ് സീസണിലാണ് പിന്നെ ഈ സഹായം ആരംഭിച്ചിട്ടുള്ളത്. അപ്പൊ ആ കാലഘട്ടത്തിലേക്ക് യുദ്ധം തുടർന്നിട്ടുണ്ട്. അത് യൂറോപ്പിന്റെ ഒക്കെ സഹായത്തോടെ ഏകദേശം അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. പക്ഷെ അവർക്ക് ഉണ്ടായിരുന്ന ആ വീഴ്ചകൾ 2024 സ്പ്രിംഗിൽ അമേരിക്കൻ എക്യുപ്മെന്റ്സ് വന്നതിന് ശേഷമാണ് വലിയ മെച്ചം ഈ ഉക്രൈൻ ഉണ്ടാക്കാൻ സാധിച്ചത്. ഉക്രൈനെ സംബന്ധിച്ച് ഈ അമേരിക്കൻ പാട്രിയോട്ട് എന്ന് പറയുന്ന എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരെ സംബന്ധിച്ച് അതില്ലാതെ പറ്റില്ല. അപ്പം പാട്രിയോട്ട് വേണം. കൂടാതെ ലോങ് ഷോർട്ട് റേഞ്ച് മിസൈൽസ്, വളരെ ആക്യുറസിയുള്ള മിസൈൽസ് ഒക്കെ അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. യൂറോപ്പിലൊന്നും അത്തരം മിസൈൽസ് അവൈലബിൾ അല്ല. കൂടാതെ അമേരിക്കയുടെ F-16 വിമാനങ്ങളാണ് പ്രധാനമായിട്ടും ഈ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നത്. ഈ F-16 വിമാനങ്ങൾ അമേരിക്ക മാത്രമല്ല യൂറോപ്പും കൊടുക്കുന്നുണ്ട്. പക്ഷേ യൂറോപ്പിന് ഈ വിമാനങ്ങൾ കിട്ടുന്ന അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ അമേരിക്ക നാളെ ഈ വിമാനങ്ങൾ അവിടെ ഉപയോഗിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു കരാറിലാണ് അമേരിക്ക എപ്പോഴും വിമാനങ്ങൾ വിൽക്കുന്നത്. മാത്രമല്ല അതിൻ്റെ റിപ്പയർ ടെക്നോളജി ഒന്നും പൂർണ്ണമായിട്ടും ഒരിക്കലും ഒരു രാജ്യത്തിനും പറഞ്ഞു കൊടുക്കില്ല. അപ്പോൾ അമേരിക്കൻ എഞ്ചിനീയേഴ്സ് വന്നാൽ മാത്രമേ അതിൻ്റെ കേടുപാടുകളൊക്കെ നിയന്ത്രിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് സെക്ടേഴ്സിൽ വീഴ്ച വരും. ഏറ്റവും പ്രധാനമായിട്ട് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഇലോൺ മസ്കിൻ്റെതാണ് ഉക്രൈൻ ഈ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പം റഷ്യൻ ഭാഗത്ത് നിന്ന് മിസൈലുകൾ ഡിറ്റക്ട് ചെയ്യാനും ഡ്രോൺസിനെ ഡിറ്റക്ട് ചെയ്യാനും വിമാനങ്ങൾ ഡിറ്റക്ട് ചെയ്യാനും ഒക്കെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എലോൺ മസ്കിൻ്റെതാണ് യുക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എലോൺ മസ്ക് എന്ന് പറയുന്നത് ഭരണത്തിൽ തന്നെ ഒരു പങ്കാളിയാണ്. അപ്പം അമേരിക്കൻ ഉപരോധം എന്ന് പറയുന്നത് ഉക്രൈന് താങ്ങാൻ പറ്റുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഫ്രാൻസിന്റെയും ഇംഗ്ലണ്ടിന്റെയും നേതൃത്വത്തിൽ ഒരു സീസ്ഫയർ അഗ്രിമെന്റ് ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച സെലൻസ്കി നടത്തിയിരുന്നതായി പറയപ്പെടുന്നു. ഇതൊക്കെയാണ് ഇപ്പം ഈ ദിവസങ്ങളിൽ നമ്മുടെ ഇന്റർനാഷണൽ സെനോറയിൽ കാണുന്ന പ്രധാനപ്പെട്ട ന്യൂസുകൾ. താങ്ക് യു.